السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏകദേശം രണ്ടാഴ്ചയായി ഇൽമുറ്റോമലിൽ തദബ്ബുർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടായത്തുകളാണ് അൽബക്ര 2 രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ രണ്ടായത്തിൽ മനസ്സ് വല്ലാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ആയത്തുകളിൽ നിന്ന് അങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ യാദൃശ്ചികമായാണ് ഷിഹാന ചോദിച്ചത്, നാളെ ക്ലാസ് എടുക്കാൻ പറ്റുമോന്ന്. ഇന്നലെയാണ് ചോദിച്ചത്. ഈ ആയത്തുകളെ കുറിച്ച് പറയാൻ എനിക്ക് ശക്തിയില്ല, എന്നാലും എന്റെ റബ്ബ് നൽകിയതല്ലാതെ ഇതിനായി എന്നെ നിയോഗിച്ച റബ്ബ് നൽകുന്ന കഴിവേ എനിക്കുള്ളൂ. ഷിഹാന പറഞ്ഞ ഏതെങ്കിലും ഒരു ആയത്തിന്റെ റിഫ്ലക്ഷൻ ആയാലും മതിയെന്ന്. ആ ക്ലാസിന്റെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷിഹാനയുടെ മെസ്സേജ് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ആയത്തന്നെ സെലക്ട് ചെയ്തത്. ഇവിടെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് ഹിദായത്ത് നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നതിൽ സംശയമില്ല. ഖുർആനിൽ ഉള്ള ഓരോ വചനങ്ങളും സത്യമാണ് എന്നതിൽ സംശയമില്ല. അള്ളാഹു ഖുർആനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഒരുപാട് കാലമായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, തഫ്സീറും വായിക്കാറുണ്ട്. ഈ ആയത്തുകളൊക്കെ എത്രയോ തവണ ഓതിപ്പോയതാണ്. പക്ഷേ വെറും ഒരു പാരായണം കൊണ്ട് മാത്രം കാര്യമായ പ്രയോജനം ലഭിക്കാത്തതിനെ പറ്റി ചിന്തിച്ചപ്പോഴാണ് എന്റെ തഖ്വയെ കുറിച്ച് ഞാൻ അളന്നു നോക്കിയത്. ഈ ഗ്രന്ഥത്തിലെ ഹിദായത്ത് പെറുക്കിയെടുക്കണമെങ്കിൽ ഞാനൊരു മുത്തഖിയാവണം. അതിനുവേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ രണ്ടാഴ്ച. എന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ റബ്ബ് എനിക്കിട്ട് തന്നു. കല്യാണ വീടുകളിലെ വെസ്റ്റേൺ കൾച്ചർ, മ്യൂസിക്, ഡാൻസ്, DJ മ്യൂസിക്, അങ്ങനെ എന്റെ റബ്ബ് എന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്റെ വേഷവിധാനം, അന്യപുരുഷന്മാരോടുള്ള പെരുമാറ്റം, പ്രായമായ മാതാപിതാക്കളോടുള്ള ക്ഷമ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ഞാൻ വീണുപോയി, പരാജയപ്പെട്ടു. പക്ഷെ ചിലയിടങ്ങളിൽ അൽഹംദുലില്ലാ ഞാൻ റബ്ബിൽ തവക്കുൽ ചെയ്തു, ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി എന്നിൽ നടപ്പിലാക്കാൻ വേണ്ടി, ശൈത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ദേഹേച്ഛകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, എന്റെ റബ്ബിന് ഇഷ്ടമല്ലാത്ത സദസ്സുകളിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രിയപ്പെട്ടവയൊക്കെ ത്യജിക്കുന്ന മുത്തഖിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കണം, വിരോധിച്ചവയിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ വീണു പോകുന്നുണ്ട്, മാറാൻ ശ്രമിക്കുന്നേ ഉള്ളൂ, പൂർണ്ണമായി മാറിയിട്ടില്ല. ഈ ആയത്തുകളിലൂടെയാണ് ഞാൻ എന്റെ നിസ്കാരങ്ങളെ കുറിച്ച് ചിന്തിച്ചത്. ചിലപ്പോഴൊക്കെ ഹൃദയം മറ്റെവിടെയോ വെച്ച് ശരീരം കൊണ്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുനാഫിക്കുകളുടെ നിസ്കാരം പോലെ എന്റെ നമസ്കാരങ്ങൾ എന്നെ കേൾക്കാൻ വേണ്ടി റബ്ബ് അനുവദിച്ച സമയങ്ങളിൽ പോലും ശരിയായ ശ്രദ്ധ കൊടുത്ത് നമസ്കരിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് പഠിക്കുന്നുണ്ട്, മാറാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സ്വയം രക്ഷിക്കണം, നരകത്തിൽ നിന്ന് രക്ഷിക്കണം. മുത്തഖീങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം ആസ്വദിക്കണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അള്ളാഹു തന്നെ മൂന്നാമത്തെ ആയത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഇവിടെ യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. യുഅ്മിനൂന എന്ന വാക്ക് ഈമാൻ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഈമാൻ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്ന് നമുക്ക് നോക്കാം. ഈമാനിന്റെ ടെക്നിക്കൽ മീനിങ് പഠിച്ചെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. അത്തസ്ദീഖു മഅൽ ഖുബൂലു വൽ ഇദ്ആൻ എന്നാണ് ഈമാനിന്റെ സാങ്കേതികമായ അർത്ഥം. അത്തസ്ദീഖു സത്യപ്പെടുത്തൽ,
ഒരു കാര്യം 100% സത്യമാണ്, അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണമായി അള്ളാഹു ഉണ്ടെന്നും സ്രഷ്ടാവാണെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈമാൻ പൂർണ്ണമായില്ല. മഅൽ ഖുബൂലു, അതിനെ സ്വീകരിക്കുകയും വേണം. ഉദാഹരണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുസ്ലിങ്ങൾ പോലും സത്യപ്പെടുത്തുന്നുണ്ട്, നല്ല മനുഷ്യനാണ്, നീതിമാനാണ്, ഒക്കെ സത്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. ഈമാനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക തന്നെ വേണം. അതും പോരാ, ഒരു കാര്യം കൂടിയുണ്ട്, അല്ലിത് ആൻ, അതനുസരിച്ച് പ്രവർത്തിക്കണം. അവിടെയാണ് നമ്മളൊക്കെ വീണു പോവാറുള്ളത്. വിശ്വാസം എന്ത് ചെയ്യാൻ പറഞ്ഞുവോ അതനുസരിച്ച് പ്രവർത്തിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ മാത്രം പോരാ, സുന്നത്തുകൾ ഫോളോ ചെയ്യുക കൂടി വേണം. അതാണ് നമ്മുടെ ഈമാൻ. അള്ളാഹു പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ. അതാണ് മുത്തഖീങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഗൈബായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, സ്വർഗം, നരകം, ഖബർ ജീവിതം, പരലോക ജീവിതം, ഖുർആൻ, ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാണ്. ഖുർആനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. സൂറത്തു നിസാഇൽ 1-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ്. ഒരു CCTV എന്ന പോലെ അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, ഹൃദയത്തിലുള്ളത് പോലും അള്ളാഹു അറിയുന്നുണ്ടെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയും? അള്ളാഹുവിന്റെ സിഫാത്തുകൾ എടുക്കുമ്പോൾ അള്ളാഹു ഖാലിഖ്, സ്രഷ്ടാവാണ്. അള്ളാഹു റബ്ബ്, റബ്ബാണ്. അള്ളാഹു മുദബ്ബിർ, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നവനാണ്. അള്ളാഹു അൽ ഹാദി, ഹിദായത്ത് നൽകുന്നവനാണ്. റിസ്ഖ് തരുന്ന റസാഖാണ്, പാപങ്ങൾ പൊറുക്കുന്ന ഗഫൂറാണ് എന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് അസ്മാഉൽ ഹുസ്നയിലൂടെയും മറ്റും ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദിവസവും എത്രയോ തവണ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ തസ്ദീഖ് ചെയ്യുന്നുണ്ട്, സത്യപ്പെടുത്തുന്നുണ്ട്. മാൽ ഖുബൂൽ, അതോടൊപ്പം സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പരിശ്രമിക്കുന്നതോടൊപ്പം ബേജാറാവാതെ ശാന്തമായിട്ടിരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? എനിക്ക് ഈ സമയത്ത് വേണ്ട റിസ്ക് എന്താണെന്ന് റബ്ബിനറിയാമെന്ന് വിശ്വസിച്ച് റസാഖാണെന്ന് നമ്മൾ സത്യപ്പെടുത്തുന്നുണ്ട്, സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷെ ശാന്തമായ മനസ്സോടെ റബ്ബിൽ തവക്കുൽ ചെയ്ത് നമുക്ക് ഇരിക്കാൻ കഴിയാറുണ്ടോ? അസ്സമീഉ അൽ ബസീർ അൽ അലീം, അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമാണ് എന്നൊക്കെ ചൊല്ലാറുണ്ട്. നമ്മൾ സത്യപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആണെന്ന് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹു അൽ ബസീർ ആണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് എണീറ്റ് പോകാൻ കഴിയുന്നുണ്ടോ? മുത്തൊക്കെ ആവാറുണ്ടോ നമ്മളൊക്കെ? എന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ എന്റെ റബ്ബ് കേൾക്കുന്ന അസമിയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളൊക്കെ അസൂയയും പകയും വിദ്വേഷവുമുള്ള നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ പോലും അള്ളാഹു അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? അതുപോലെ മലക്കുകളിലുള്ള വിശ്വാസം, അതും ഒയ്ബാണ്. റഖീബും അതീദും സദാ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നു എന്ന ഒയ്ബിലുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ തിന്മകൾ ചെയ്യുന്നു? ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് അസ്രായിൽ നമ്മുടെ റൂഹ് പിടിക്കുമോ എന്ന് നമുക്കറിയില്ല. ഏത് സമയത്തും പ്രതീക്ഷിക്കാം. ഈ അടുത്തിടെയുണ്ടായ അപകട മരണങ്ങളിലും ഹൃദയം വല്ലാത്ത ആഘാതം ഉണ്ടാക്കിയിരുന്നു. എന്റെ റബ്ബ് എല്ലാം പുറത്തു തരുന്ന ഗഫൂറുർ റഹീമുമാണ്. അള്ളാഹു അവരുടെയൊക്കെ ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അതോടൊപ്പം നമ്മുടെയും തെറ്റുകളെല്ലാം പൊരുത്തപ്പെട്ടു തരട്ടെ. ഖബർ ജീവിതം റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ. ആമീൻ. സ്വർഗം നേടാൻ ആവശ്യമായ അത്രയേറെ പ്രശസ്തായി യാതൊന്നും ചെയ്യാത്ത എനിക്കൊക്കെ എങ്ങനെ സ്വർഗത്തിന് അർഹയാവും? പക്ഷേ അള്ളാഹുവെ, നിന്റെ നരകം താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കോ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കോ ഇല്ല റബ്ബേ. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളാക്കണേ റബ്ബേ. ഇവിടെ ഈ ഒരു ചെറിയ ആയത്തിന്റെ ഒരു ഭാഗം, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന അൽബക്കറയിലെ ചെറിയൊരു വാക്കിൽ നിന്നും മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല റബ്ബേ. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാതെ തളർന്നു പോകുന്നു. ഞങ്ങളെ തളർത്തല്ലേ നാഥാ.
ഈ ഖുർആൻ പൂർണ്ണമായും തദബ്ബുർ ചെയ്യുന്നത് വരെ ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ ഖുർആൻ പൂർണ്ണമായും തദബ്ബുർ ചെയ്ത് ഖുർആൻ പഠിതാവായിക്കൊണ്ട് ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന മാതാപിതാക്കൾക്ക് കിരീടമണിയിച്ചുകൊണ്ട് യൗമുൽ ഖിയാമയിലേക്ക് എത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അർത്ഥമറിയാതെ, ആശയമറിയാതെ, ഹൃദയ സാന്നിധ്യമില്ലാതെ കുറെ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുന്ന ഖുർആൻ പാരായണം മാത്രമാക്കല്ല റബ്ബേ ഞങ്ങളുടെ കിതാബിലുള്ള വിശ്വാസം. മുത്തഖങ്ങളുടെ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പിൽ പോലും എത്താൻ കഴിയാത്ത എനിക്ക് എങ്ങനെ മുത്തഖയാവാൻ കഴിയും? പേടിപ്പിക്കുകയല്ല, ഇത് നമ്മിലേക്ക് എത്തിച്ചു തന്ന റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അറിവ് കിട്ടിക്കഴിഞ്ഞാൽ മാറാൻ എളുപ്പമാണ്. മുത്തഖ ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മെ തെരഞ്ഞെടുത്തല്ലോ, അതനുസരിച്ച് മാറാൻ വേണ്ടി തെരഞ്ഞെടുത്തല്ലോ. അൽഹംദുലില്ലാഹ്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മെ അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇത്തരം അയബിൽ വിശ്വസിക്കാത്ത ഒരാൾ കാണാത്തതിൽ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്, അള്ളാഹുവിന്റെ കലാമിനെ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല, ഇത് സത്യമാണ് എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ കലാമിനെ വെല്ലുവിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ റബ്ബേ. ആമീൻ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ സൃഷ്ടിപ്പ്, ജീവിത ലക്ഷ്യം, നമ്മുടെ മരണം, മരണശേഷമുള്ള ജീവിതം, ഇതിനൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രമേ അറിവ് ലഭിക്കൂ. അള്ളാഹുവിന്റെ വഹ്യ് ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എങ്കിൽ ഇതിനൊക്കെ ഉത്തരം നമുക്ക് ലഭിക്കുമായിരുന്നോ? എത്ര പഠനം നടത്തിയാലും, എത്ര റിസർച്ച് നടത്തിയാലും ഇതിനൊക്കെയുള്ള ഉത്തരം ലഭിക്കുമായിരുന്നോ? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പരലോകത്തേക്കാണ് നമ്മുടെ മടങ്ങിപ്പോക്കെന്നും ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകാനാണ് പരലോകം എന്നൊക്കെ ഖുർആനിൽ നിന്നാണ് നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത്. ഇവിടെ ബുദ്ധി ഉപയോഗിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതാണെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതൊരു ഒയ്ബാണ്. നമ്മൾ വിശ്വസിക്കുകയാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിത്തറയാണത്. വഹിയിൽ വിശ്വസിക്കാത്തവർ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല, പിന്നെ ഈ പറയുന്നതിലൊന്നും വിശ്വസിക്കുന്നില്ല. ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഗൈബിലുള്ള വിശ്വാസത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്ന്? നമുക്ക് എന്ത് ആഗ്രഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച സ്വഹാബികൾ എത്ര ഭാഗ്യമുള്ളവരാ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്നെ കണ്ട് എന്നിൽ വിശ്വസിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ 7 ഇരട്ടി അനുഗ്രഹിച്ചവരാണ് എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചവർ. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മൾ അതിൽ ഉൾപ്പെട്ടല്ലോ. അൽഹംദുലില്ലാഹ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ സുഹൃത്തുക്കളായാണ് കണ്ടിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ വിശ്വസിച്ച നമ്മളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങളായാണ് കണ്ടിരുന്നത്. അവർ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് വഹി ഇറങ്ങുന്നത് കണ്ട് അതിൽ വിശ്വസിച്ചവരാണ്. എന്നാൽ നമ്മൾ അത് കാണാതെ വിശ്വസിച്ചവരാണ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെയുള്ള ഗൈബിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തഖ്വയുള്ളവരാകുന്നത്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെന്നും റഖീബും അതീദും നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നുണ്ടെന്നും നന്മ തിന്മകൾ അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നൊക്കെയുള്ള ഒയ്ബുകളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ തഖ്വയുള്ളവരാകുന്നത്. ഇത്തരം ഒയ്ബുകളിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതാണ് നമ്മുടെ തഖ്വയുടെ അളവുകോൽ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താനുള്ള എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി രണ്ടാമത്തെ മുത്തഖീങ്ങളുടെ ക്വാളിറ്റി, വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു തൂണാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ നിസ്കാരം പഠിപ്പിച്ചോ അതുപോലെ നമസ്കരിക്കാൻ ശ്രമിക്കുക. മുത്തഖിയാവുന്നതിന് വേണ്ടി 100% പെർഫെക്റ്റ് ആയി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക. ദുആ, ദിക്റുകളുടെ അർത്ഥം ഒക്കെ മനസ്സിലാക്കി ഹൃദയ സാന്നിധ്യത്തോടു കൂടി ആണോ നമ്മളൊക്കെ നമസ്കരിക്കാറുള്ളത്? പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരമാണ്. കാരണമില്ലാതെ നീട്ടിവെക്കാതിരിക്കുക, ഖളാ ആക്കാതിരിക്കുക, സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുക, റുക്നുകൾ, ഔറത്ത്, വുളൂ, നിസ്കരിക്കുന്ന സ്ഥലം ഒക്കെ ശ്രദ്ധിക്കുക.
ജമാഅത്തായി നിസ്കരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന ഒഴിബായ വിശ്വാസത്തിന്റെ തെളിവാണ് നമസ്കാരം. എത്രത്തോളം തഖ്വയുണ്ടോ അതനുസരിച്ച് നമ്മുടെ നമസ്കാരത്തിലും കൺകുളിർമയാക്കാം. നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ, അള്ളാഹു വലിയവനാണ് എന്ന് പറയുന്നുണ്ട്. അത് തെളിയിക്കേണ്ടത് നമസ്കാരങ്ങളിലാണ്. നമ്മൾ അങ്ങനെയാണോ? നമസ്കാരങ്ങളിൽ നമ്മളൊക്കെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അവസരമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാരം ഭാരമാവുന്നത് പോലെയാണ്. ഹൃദയം പങ്കെടുക്കാത്ത, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവുന്ന മുനാഫികളുടേത് പോലെയാവാറുണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ. നമ്മുടെയൊക്കെ വല്ലാത്ത സങ്കടമാണ് നമസ്കാരങ്ങളിൽ കൺകുളിർമ ലഭിക്കാതിരിക്കുന്നത്. എത്രയോ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമുക്ക് റബ്ബിനോട് പറയാനുള്ളത്. 5 നേരം അള്ളാഹുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം നൽകിയിട്ട് നമ്മളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയി കാണുന്നുണ്ട്. നമ്മുടെ തഖ്വ കൂട്ടിയേ തീരൂ, റബ്ബിലുള്ള വിശ്വാസം കൂട്ടിയേ തീരൂ. നമുക്കിനിയും ശരിയാക്കാനുണ്ട്. ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല. ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെയൊക്കെ എഫേർട്ടിനാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്, റിസൾട്ടിലല്ല കാര്യം. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. മെല്ലെ മെല്ലെ എല്ലാം റെഡിയാവും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം എളുപ്പമാവും. അള്ളാഹുമായുള്ള സംഭാഷണമാണ് നിസ്കാരമെന്നും അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നും ഉള്ള പരിപൂർണമായ ഹൃദയ സാന്നിധ്യത്തോടു കൂടി നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ മുത്തഖീങ്ങളുടെ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. റിസ്ക് എന്നാൽ സമ്പത്ത് മാത്രമല്ല. മക്കൾ, ഭർത്താവ്, നമുക്ക് കിട്ടുന്ന അറിവ്, സമാധാനം, സേഫ്റ്റി, ഇതൊക്കെ ജീവിത വിഭവങ്ങളെല്ലാം റിസ്കിൽ ഉൾപ്പെടും. അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഓരോന്നും നമ്മൾക്ക് അള്ളാഹു നൽകിയ റിസ്ക്കാണ്. അത് നമ്മൾ ഒരുപാട് പരിശ്രമിച്ച് കിട്ടിയതാണെങ്കിലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ നമുക്ക് അതൊന്നും ലഭിക്കുകയില്ല. ഒരു മുത്തഖി അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ ഈ വിഭവങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കണം. അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കുക. നമ്മൾ ചെലവഴിക്കുന്ന റിസ്ക് 3 വിധമാണ്. ഒന്ന് നിർബന്ധമായ സക്കാത്ത്, സുന്നത്തായ സ്വതക്ക. മൂന്നാമത്തെ പുരുഷന്മാർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ, അതും നിർബന്ധമായ കാര്യമാണ്. ഒരു മുത്തഖിക്ക് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ തന്റെ റിസ്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവനായിരിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഈ സമയം പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന റിസ്ക്കാണ്, അതും പ്രതിഫലമാണ്. ഇനിയും മുത്തഖീങ്ങളുടെ പറ്റി ഒരുപാട് പറയാനും സംസാരിക്കാനും ഉണ്ട്. ഒരു മുത്തഖിയാവണമെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എന്റെ സമയപരിധി മൂലം ഒരുപാട് പ്രിപ്പയർ ആവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ക്ഷമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അവനെ ഭയപ്പെടുന്ന, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഭയപ്പെടുന്ന, അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാത്ത, സോറി പറയാൻ മടിക്കാത്ത, ഇഖ്ലാസുള്ള, ഈമാനുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസ്ലി والجبن والبخل والحرم وعذاب القبر. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب اغفر لي ولوالدي وللمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. آخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.